അങ്ങനെ അടുത്ത ഞങ്ങളെ ഡെസ്റ്റിനേഷന് പോകുന്നത് വെച്ചാല് നാലിയാൻ ഗാർഡൻ എന്ന് പറഞ്ഞ ഗാർഡനിലേക്കാണ്. അപ്പൊ അവിടേക്ക് പോവാണ്. അപ്പൊ 38 ആണ് ബസ് നമ്പർ. 38 ഉണ്ട്, 80 ഉണ്ട്. അപ്പൊ അങ്ങോട്ട് നടക്കുകയാണ്. ബസ് സ്റ്റേഷൻ ഫ്രണ്ട് തന്നെ നേരത്തെ നമ്മൾ ഇറങ്ങിയ ബസ് സ്റ്റോപ്പ് ഇറങ്ങുന്നത്. അപ്പൊ അങ്ങോട്ട് നടക്കുകയാണ്. ആ ബസ് നിൽക്കുന്നത് കണ്ടല്ലോ, അവിടെയാണ് ബസ് സ്റ്റോപ്പ് വരുന്നത്. അങ്ങോട്ടാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞങ്ങൾ പോകാനുള്ള ബസ്സാണ് ഈ വന്നിട്ടുള്ളത്. ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് നാലിയാൻ ഗാർഡനിലേക്ക് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് ഇറങ്ങിയതിന് ശേഷം കുറച്ചു ദൂരം നടക്കാനുണ്ട് കേട്ടോ നാലിയാൻ ഗാർഡനിലേക്ക്. അങ്ങനെ ഞങ്ങൾ ഇതാ നാലിയാൻ ഗാർഡനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ഒരു സൈൻ ബോർഡ് കണ്ടത്. ഗാർഡനിലേക്കുള്ള ഒരു ആരോ മാർക്ക് ആ സൈൻ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതാ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഗാർഡന്റെ എൻട്രൻസ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഈ കാണുന്ന എൻട്രൻസിലൂടെ അകത്തോട്ട് കയറിയിട്ട് ഗാർഡന്റെ മെയിൻ എൻട്രൻസിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മുകളിൽ കാണുന്ന ഫ്ലൈ ഓവറിന്റെ താഴെയാണ് കേട്ടോ ഈ ഗാർഡൻ വരുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് നാലിയാൻ ഗാർഡന്റെ മെയിൻ എൻട്രൻസ് കേട്ടോ. പിന്നെ ഇവിടെ എൻട്രൻസ് ഫീസ് ഒന്നും ഇല്ല കേട്ടോ, തികച്ചും ഫ്രീ ആണ്. ഹോങ്കോങ്ങിലെ ഡയമണ്ട് ഹിൽ സ്റ്റേഷന് സമീപമുള്ള ഡയമണ്ട് ഹില്ലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചൈനീസ് ക്ലാസിക്കൽ ഉദ്യാനമാണ് നാലിയാൻ ഗാർഡൻ കേട്ടോ. ഇത് 8.6 ഏക്കറിലാണ് നാലിയാൻ ഗാർഡന്റെ വലുപ്പം. ഫൈനലി ഞങ്ങള് നാലിയാൻ ഗാർഡനിൽ എത്തിയിരിക്കുന്നത്. ഇതാണ് ഗാർഡന്. ഈ ഗാർഡനിലെ മെയിൻ പ്രത്യേകത ഇതാണ്. ഈ ട്രീകളാണ്, ബുൾസൈമാരിക്കുള്ള ട്രീകളാണ് മെയിൻ അട്രാക്ഷൻ ചെയ്യാറ്. എൻട്രൻസ് വരുന്നത് ഒരു ബ്രിഡ്ജിന്റെ താഴെയാണ്. ടാങ് രാജവംശ ശൈലിയിൽ കുന്നുകളായിട്ടും ജലാശയങ്ങളായിട്ടും മരങ്ങളായിട്ടും പാറകളും തടികളും എന്നീ ഘടകങ്ങൾ കൊണ്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഗാർഡന്. അങ്ങനെ ഞങ്ങൾ ഗാർഡന്റെ ഉള്ളിൽ കയറിയതിനു ശേഷം ഇവിടെ ഒരു ചൈനീസ് ടിംബർ ആർക്കിടെക്ചർ ഗാലറിയാണ് ഈ കാണുന്നത്. ഇത് പരമ്പരാഗത ചൈനീസ് വാസ്തുവിദ്യയുടെയും ആകർഷകമായ ഒരു പ്രദർശനമാണ് ഈ ഗാലറിയിലുള്ളത് കേട്ടോ. പുരാതന ചൈനീസ് നിർമ്മാണ രീതിയുടെയും സങ്കീർണമായ വിശദാംശങ്ങളും സാങ്കേതിക വിദ്യകളും എടുത്തു കാണിക്കുന്ന സൂക്ഷ്മമായി നിർമ്മിച്ച തടി മോഡലുകൾ ഈ ഗാലറിയിലുള്ളത്. ടാങ് രാജവംശത്തിന്റെ സുപ്രീം ഹാർമണി ഹാളിന്റെ പൂർണ്ണമായ മാതൃകയും ഈ ഗാലറിയിലുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ നിർമ്മാണത്തിനെ കുറിച്ചുള്ള അതിശയിപ്പിക്കുന്ന വിശദാംശങ്ങളും കരകൗശല വൈവിധ്യവും കൊണ്ട് അതിശയിപ്പിക്കുന്നു. അതുകൂടാതെ മറ്റ് പ്രധാന ചൈനീസ് കെട്ടിടങ്ങളുടെയും ചെറിയ മോഡലുകൾ ഇവിടെയുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ ചൈനീസ് ടിംബർ ആർക്കിടെക്ചർ ഗാലറിയിലുള്ളത്. ഇത് കാണാൻ അതിമനോഹരമാണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്.
ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ബിൽഡിങ്ങിൽ ഒരു സ്റ്റോർ ഉണ്ട്. അതിനുള്ളിൽ കയറി നോക്കട്ടെ. ഈ സ്റ്റോറിൽ ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള ഫോട്ടോ ഫ്രെയിമുകളും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒരു സ്റ്റാഫ് പറഞ്ഞത് ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ആ സ്റ്റോറിൽ നിന്നും പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ചകലെയായിട്ട് ഒരു വാട്ടർഫാൾസ് കണ്ടത്. അങ്ങോട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള വാട്ടർഫാൾസ് ആണ് കേട്ടോ. ഈ കാണുന്ന ഒക്കെയാണ് കേട്ടോ ചൈനീസ് ഹോങ്കോങ് ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകൾ. താഴെ ആയിട്ട് വലിയൊരു ഫിഷ് പൗണ്ടും ഉണ്ട്. അതിൽ ജപ്പാനീസ് കോഴിക്കാർപ്പുകളാണുള്ളത്. ഞാനും എന്റെ കുട്ടികളും കുറച്ചു നേരം കോഴിക്കാർപ്പ് നോക്കി നിന്നു. ഞാൻ ലിയാൻ ഗാർഡനിൽ ഇറങ്ങാണ്. ഇങ്ങനെ റിഹാനിന്റെ കൂടെ ഉണ്ട്. റയാൻ ബാക്കിൽ അതാ മഴ ചാറുന്നുണ്ട്. തലയില് വെള്ളം മുണ്ടൊക്കെ ഇട്ടിട്ടാ വരുന്നത് കാണുന്നുണ്ട്. ചീൻ ലൈൻ നന്നരിയിൽ പോയിട്ട് കാണാം.